ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ആദർശ് വന്നല്ലോ, നയനയും വന്നു. ഇനി കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഒന്നും നോക്കണ്ട, സുഖമായിട്ട് തന്നെ അങ്ങോട്ട് നിൽക്കുക. അത് ആ സന്തോഷത്തോടെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുകയാണ് അനി. അത് കണ്ടുവരുന്ന ജാനകിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നിർത്തട നിന്റെ പാട്ട് എന്ന് പറയാണ്. അമ്മക്ക് എന്താമ്മേ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ അടി വെച്ച് കൊടുക്കണം മുഖത്തേക്ക്. നിനക്ക് സമാധാനം ആയില്ലേടാ, ഞാൻ എന്ത് ചെയ്തെന്നാ അമ്മ പറയണത്? എടാ, നല്ലൊരു അവസരം നിനക്ക് കയ്യിലേക്ക് വന്നത്. മൂർത്തി സ്റ്റോറുടെ MD, ആ MD കസേരയുടെ നീ ഇന്ന് വേണ്ടെന്ന് വെച്ചത്. അമ്മേ, ആ MD കസേര ആദർശേട്ടൻ്റെ ആയിരുന്നു. ഇപ്പൊ മൂർത്തി സ്റ്റോർ ഈ ഒരു നിലയിൽ എത്താനായിട്ട് ഏറ്റവും വലിയ കാരണക്കാരൻ ആദർശേട്ടനാ. നയനേട്ടനെ വിവാഹം കഴിച്ചപ്പോൾ നമ്മുടെ കമ്പനി കുറച്ച് ലാഭത്തിലായേ ഉള്ളൂ. പിന്നെ ഞാൻ ആ MD കസേരയിലിരുന്നത് വെറും ഒരു ഡമ്മിയായിട്ട് മാത്രമാണ്. എൻ്റെ പിന്നിൽ നിന്ന് എല്ലാ സഹായവും എനിക്ക് ചെയ്യുന്നത് ആദർശേട്ടനും അതുപോലെ തന്നെ നയനേടത്തിയാണ്. അത് ഞാൻ പറയാതെ തന്നെ അമ്മക്കറിയാലോ. അത് നീ പറയേണ്ട ആവശ്യമില്ല. ഏത് നേരവും നീ അതന്നെയല്ല പറഞ്ഞുകൊണ്ടിരിക്കണം. നിനക്കൊരു കഴിവില്ല, എല്ലാം ആദർശേട്ടനെ നയനേടത്തിൻ്റെ കഴിവാണ് എന്നൊക്കെ 100 വട്ടം നീ പറയുന്നുണ്ടല്ലോ. ഇനി എക്സ്ട്രാ ആയിട്ട് നീ ഒന്നും പറയൊന്നും വേണ്ട. അല്ല, അമ്മക്കിപ്പോൾ എന്താ വേണ്ടത്? എടാ, ഞാൻ എൻ്റെ ബന്ധുക്കളുടെ അടുത്തും അതുപോലെ തന്നെ എനിക്കറിയാവുന്ന നാട്ടുകാർത്തും വീട്ടുകാർത്തും അയൽവാസികൾക്കും ഒക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ മോൻ മൂർത്തി ജ്വല്ലറിൽ MD ആണെന്ന്. ഇനി അങ്ങനെ അല്ലെന്ന് അറിയുമ്പോഴേക്കും ഞാൻ നാണം കെട്ടുപോകും. അമ്മക്കൊരു മടിയില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? അമ്മക്കൊരു ഉളുപ്പുമില്ലേ? ഞാൻ എന്ത് ചെയ്തു എന്നാണ് നീ പറയണത്? അല്ല, എനിക്ക് അർഹതയില്ലാത്തൊരു സീറ്റ് ഞാൻ കയറിയിരുന്നപ്പോൾ അമ്മ അങ്ങോട്ട് കൊട്ടിഘോഷിക്കുക. അമ്മ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ? അല്ലെങ്കിൽ അങ്ങനെയാണ്, സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾക്കായിരിക്കും ഏറ്റവും പണത്തിനോട് ആർത്തി. അമ്മ വല്യമ്മനെ കണ്ടു പഠിക്കുക. വല്യമ്മ കോടീശ്വരി കുടുംബത്തിൽ ജനിച്ചതാണ്. അതുകൊണ്ട് വല്യമ്മക്ക് ഒരു സ്ഥാനങ്ങളെടുത്തോ പൈസ എടുത്തോ ഒരു ആർത്തിയില്ല. പക്ഷെ അമ്മക്കോ ഇത്രയും സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടും ഇനിയും വേണം എന്ന വിചാരം മാത്രമേ ഉള്ളൂ. എടാ, നീ ആ MD കസേര ഇരിക്കുമ്പോഴേക്ക് അവന്തിക മോൾക്ക് എന്തുമാത്രം സന്തോഷമായിരുന്നെന്നറിയാവോ? അവളെന്തിനാ സന്തോഷിക്കണത്? അതിന് ഞാൻ MD കസേരയിൽ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും അവൾക്ക് എന്താണെന്നോ? എടാ, നിന്റെ ഭാര്യയാവാൻ പോവല്ലേ അവള്. അപ്പൊ അവൾക്ക് പിന്നെ സന്തോഷം ഉണ്ടാവില്ലേ? ഇതിപ്പോ MD കസേര നീ എഴുന്നേറ്റ് കൊടുത്തും ചെയ്തു. അപ്പൊ അവളുടെ മനസ്സിലെ വിഷമം എത്രമാത്രം ആയിരിക്കുമെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്കടാ. അമ്മ ഒന്ന് പോയിക്കാമേ. അങ്ങനെ എൻ്റെ MD കസേര കണ്ടിട്ടാണോ അപ്പൊ അവളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്? ഇനിയിപ്പോ നീ അവന്തിക മോളെ മെക്കിട്ടൊന്നും കയറണ്ട. ആർക്കായാലും ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. അതുപോലെ തന്നെ അവന്തിക മോൾക്കും ദേഷ്യം വന്ന് കാണും. അമ്മയുടെ ഒരു അവന്തിക മോള്, അവളെ വിവാഹം കഴിക്കണമെന്ന് പോലും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോഴേ അമ്മയുടെ ഒരു അവന്തിക മോള്, നമ്മുടെ പണി നോക്കി പോയിക്കേ എന്നൊക്കെ അനി പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ വിവാഹത്തിന് ഒരു ദിവസം മാത്രമേ വിവാഹ നിശ്ചയത്തിന് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശനും അതുപോലെ തന്നെ എല്ലാവരും പറയണത് ഇനിയിപ്പോൾ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പുറത്തുനിന്ന് ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് സദ്യവട്ടങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ കനകയും ഗോവിന്ദനൊക്കെ നാളെ രാവിലെ തന്നെ വരും. എന്തിനാച്ചാ അവരേക്ക് ഇങ്ങോട്ട് വിളിച്ചത്? എൻ്റെ മോളുടെ വിവാഹ നിശ്ചയത്തിന് അവരെ വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അവന്തിക പറയുന്നുണ്ട്, അമ്മേ, നമ്മുടെ ഈ വീട്ടിലെ 2 എടത്തിമാരുടെ അമ്മയാണ് കനകാൻറ്റി, അച്ഛനാണ് ഗോവിന്ദനങ്ങൾ. പിന്നെ അവർ വരണ്ടേ അമ്മേ? അവർ വന്ന എന്താ തെറ്റ്? നിന്റെ ഒരു കനകാൻറ്റിയും ഗോവിന്ദനങ്ങളും ഇവിടെ അഭിനയിച്ച് തകർക്കുവാണ് എന്ന് ജലജയും വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ജലജയുടെ വായിന്ന് ഒരു വാക്ക് വീണിട്ടുണ്ടായിരുന്നു അല്ലേ? വേറൊന്നുമല്ല, നിന്റെ അച്ഛൻ നാഗേന്ദ്രനല്ലെന്ന്. അത് കേൾക്കുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട് അവന്തിക, നാഗേന്ദ്രനല്ലെന്നോ? പിന്നെ ആരാമേ എൻ്റെ അച്ഛൻ? പറയമ്മേ, ആരാമേ എൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയണ്ട എന്നേ പറഞ്ഞുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ജലജ വെറുതെ ഒരു മൂച്ചിനെ പറഞ്ഞതാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തമിഴിൽ അങ്ങനത്തെ ഒരു ഭാഗമുണ്ട്. അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ അവരത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ജലജ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റത്തെ മകൻ, അതായത് അബിയാണ് ഈ നാഗേന്ദ്രനിലുണ്ടായ മോൻ. ഈ രണ്ടാമത്തെ അവന്തികയിൽ ശരിക്കും നല്ല സംശയമുണ്ട്. പക്ഷെ നമ്മുടെ നാഗേന്ദ്രനെയാണെങ്കിലോ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞത് അവന്തികനെയാണ്. അവന്തിക കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ നാഗേന്ദ്രന. പക്ഷെ ഈ അവന്തിക എന്ന് പറഞ്ഞത് തൻ്റെ സ്വന്തം മകളല്ലെന്ന് അറിയുമ്പോൾ നാഗേന്ദ്രൻ്റെ ആ ഒരു മുഖം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം AN ജ്വല്ലറിയുടെ പോലും ഈ അവന്തികയാണ്. അബീനെ പറഞ്ഞ് പറ്റിക്കാണ് തന്നെക്കും സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ തരാന്ന്. പക്ഷെ ഒരിക്കലും 10 പൈസ പോലും നാഗേന്ദ്രൻ അബിക്ക് കൊടുക്കില്ല. കാരണം അബി അത് മുടിച്ചു കളയുമെന്ന് നാഗേന്ദ്രന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എല്ലാ സ്വത്തുക്കളും അവന്തിക്ക് കൊടുക്കാൻ തന്നെയാണ് നാഗേന്ദ്രന്റെ ഉദ്ദേശം കേട്ടോ. അതിനടുക്കാണ് ഇതേപോലത്തെ ഒരു വെളിപ്പെടുത്തൽ. അതെ, നാഗേന്ദ്രന്റെ മകളല്ല ഈ പറഞ്ഞ അവന്തിക. അതായത് വേറൊന്നല്ല, ജലജയെ നാഗേന്ദ്രൻ വിവാഹം കഴിഞ്ഞപ്പോൾ ജലജക്ക് നാഗേന്ദ്രൻ ആദ്യമൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ അയാളുടെ സ്വഭാവം
ജലജയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ആദ്യത്തെ മകനുണ്ടായി അബി. അതിനുശേഷം ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഈ അബി ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന അവന്തിക ജനിച്ചത്. അവന്തിക ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ നാഗേന്ദ്രൻ അവിടെ നിന്ന് ചവിട്ടി പുറത്താവുകയും ചെയ്തു. ആ സമയത്ത് ജലജയുടെ നല്ല പ്രായമാണല്ലോ, ജലജയ്ക്കും തെറ്റ് പറ്റാലോ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ തമിഴിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അവന്തികയുടെ അച്ഛൻ ആരാണെന്നോ അതിലെ ഉള്ളിന്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് തമിഴിലുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ വരണം, അവന്തികക്ക് അങ്ങനെ തന്നെ വരണം. ഏതെങ്കിലൊക്കെ ഈ നാഗേന്ദ്രനല്ല വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കണം അവന്തികയുടെ അച്ഛൻ. അതാകുമ്പോഴേക്കും ഇപ്പൊ മൂർത്തീസ് ജ്വല്ലറിയെ കയ്യിൽ നിന്ന് പോയുള്ളൂ. ഇനിയിപ്പോ AN ജ്വല്ലറിയും കൂടി കയ്യിൽ നിന്ന് പോകില്ലേ. നഷ്ടത്തിലാണെങ്കിലും AN ജ്വല്ലറിയുടെ MD ആണ് അല്ലെങ്കിൽ CEO എന്ന് പറയാനൊരു ഗമയായിരുന്നല്ലോ, അതും കൈവിട്ടു പോകുമ്പോഴാണ് അവന്തികയുടെ. അങ്ങനെ ജലജ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മുടെ അവന്തികയുടെ എല്ലാം അഭിനയമാണെന്ന് ജലജ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. എടി എടി എടി, നീ ഈ വീട്ടിലെ അച്ഛനെയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും പറ്റിച്ചു. നിന്റെ സ്വഭാവം എന്തോ മാറി, നീ എന്തോ നല്ലവളായി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാടി, നിന്റെ സ്വഭാവം മാറിയിട്ടേ ഇല്ല. 2 വർഷം കൊണ്ട് മാറാൻ നീ എന്താ വല്ല ധ്യാന കേന്ദ്രത്തിലാണോ പോയത്? 2 വർഷം കൊണ്ട് സ്വഭാവം മാറട്ടെ, നീ ധ്യാന കേന്ദ്രത്തിലൊന്നല്ലോ, വെറും ബാംഗ്ലൂരല്ലേ പോയത്. അവിടെ പോയ നിന്റെ സ്വഭാവം വഷളാവേ ഉള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ, നീ മറ്റുള്ളവർക്ക് അഭിനയിക്കണ പോലെ എൻ്റെ അടുത്ത് അഭിനയിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ജലജ. അതിനുശേഷം നമ്മുടെ വിവാഹ നിശ്ചയ ദിവസമായിട്ടോ. അനിയാണെങ്കിൽ അന്ന് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുവാണ്. വേറൊന്നല്ല, വിവാഹ നിശ്ചയത്തിന് മുങ്ങാനായിട്ട്. മുത്തശ്ശൻ കൈയോടെ പിടിക്കുന്നുണ്ട്. അനി, നീ ഇത് എവിടേക്കാ പോകുന്നത്? മുത്തശ്ശ, എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം. ഏത് സ്ഥലത്ത്? ഇന്ന് ഞായറാഴ്ചയാണ്, നിനക്കിന്ന് ആരെ കാണാനാ പോവാനുള്ളത്? മുത്തശ്ശ, എനിക്ക് പുറത്തൊരു നവീനെ കാണാൻ പോണം. നവീനയോ? നവീനയും ആരെയും കാണാൻ പോണ്ട, ഇന്ന് നിന്റെ വിവാഹ നിശ്ചയമാണ്. ഏതാ, നിനക്കത് അറിയില്ലേ? മുത്തശ്ശ പ്ലീസ് മുത്തശ്ശ, എനിക്ക് താല്പര്യമില്ല മുത്തശ്ശ. ഓഹോ, നീ അപ്പോഴന്ന് മാറി നിൽക്കാൻ വേണ്ടി പോവാണല്ലേ? ഈ മുത്തശ്ശനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് നിന്റെ പുറപ്പാടല്ലേ? മുത്തശ്ശൻ എന്തൊക്കെയാ പറഞ്ഞത് മുത്തശ്ശ? എനിക്ക് താല്പര്യമില്ലാത്ത വിവാഹത്തിന് എന്തിനാ മുത്തശ്ശ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? നോക്ക്, നീ എൻ്റെ കൊച്ചു മകനാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നീ ഇവിടെ നിന്ന് എവിടേക്കും പോവില്ല. നിന്റെയും അവന്തിക മോളുടെ വിവാഹ നിശ്ചയം ഈ മുത്തശ്ശനായിട്ടുള്ള ഞാൻ, അതായത് അനന്തമൂർത്തി നടത്തിയിരിക്കും. മുത്തശ്ശൻ വേറെ ഏത് ആഗ്രഹം വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ സാധിച്ചു തരാം. എന്ത് വേണമെങ്കിലും സാധിച്ചു തരാം മുത്തശ്ശ. പക്ഷെ എനിക്കിത് മാത്രം പറ്റില്ല. എനിക്ക് അവളെപ്പോലത്തെ ഒരു ഭാര്യയല്ല വേണ്ടത്, അവളെപ്പോലത്തെ ഒരു പെണ്ണല്ല ഭാര്യയായിട്ട് വേണ്ടത്. പിന്നെ ഞാൻ അവളെ അങ്ങനെ കണ്ടിട്ടുമില്ല, ഇനി കാണാൻ പറ്റത്തുമില്ല. എന്ത് കാണാൻ പറ്റില്ലതാ പറയണത്? എടാ മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഈ നാട്ടിൽ അറേഞ്ച് മാരേജ് എന്ന സംഭവം ഉണ്ട്, ലവ് മാരേജ് മാത്രമല്ല. നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും ദേവ്യാനയുടെ ജയം വല്ലേച്ചൻ്റെ ഒക്കെ വിവാഹം കഴിഞ്ഞതേ അറേഞ്ച്ഡ് മാരേജ് വഴിയാണ്. അതുപോലെ പ്രണയ വിവാഹം ആരുടെയും നടന്നിട്ടില്ല. ഈ പറയുന്ന ആദർശും നയനെയും പോലും ശരിക്കും പറഞ്ഞാൽ അറേഞ്ച്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അവര് ലവ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. ആകെ ലവ് ചെയ്ത് വിവാഹം കഴിച്ചേക്കണ ആരാണ്? അബിയും നവ്യയും മാത്രം. എന്നിട്ട് അവരുടെ കുടുംബജീവിതം. അതുകൊണ്ട് നീ അറേഞ്ച് മാരേജ് കുറച്ചൊക്കെ സമ്മതിക്കുക. എന്തായാലും നിന്റെ വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടി പോകണം. അങ്ങനെ നാളെ മറ്റന്നാളെ നമ്മുടെ അനിയുടെ വിവാഹ നിശ്ചയ ചടങ്ങുകളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അനി അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും, അനി എങ്ങനെ നന്ദുവിനെ വിവാഹം കഴിക്കും, അതൊക്കെയാണ് ട്വിസ്റ്റായിട്ട് വീക്കെൻഡ് പ്രൊമോയിൽ വരാൻ വേണ്ടി പോകുന്നത്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തമിഴിൽ നന്ദുവിന് തന്നെ വിവാഹം കഴിക്കണം അനി തന്നെയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.